കുക്കിയോ? അപ്പൊ നീ സ്നേഹിക്കുമെന്ന് പറഞ്ഞ കൊച്ച് കുക്കിയാണോ? ഇത്രയും നാളും ഞങ്ങളുടെ മുന്നിൽ ശത്രുക്കളെ പോലെ അഭിനയിക്കുമായിരുന്നല്ലേ? നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ, എനിക്കതൊരു പ്രശ്നമേ അല്ല. എനിക്ക് ഇപ്പൊ അവളെ കല്യാണം കഴിക്കണം, അതാണ് വേണ്ടത്. ഇത്ര പെട്ടെന്ന് എന്തിനാടാ കെട്ടുന്നേ? നിങ്ങളുടെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ, എന്നിട്ട് പോരെ കല്യാണം? അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. കല്യാണത്തെ കുറിച്ച് കുക്കി ഇതുവരെയൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്കിപ്പോ കല്യാണം വേണോ മോളെ? വേണം. ഓഹോ, അപ്പോ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വന്നേക്കുവാണല്ലേ? അല്ല, ഇത്ര പെട്ടെന്ന് കെട്ടാനും മാത്രം എന്താ ഉണ്ടായേ? അപ്പ, നിങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൂപ്പനാവണോ അതോ കല്യാണത്തിന് മുന്നേ അപ്പൂപ്പനാവണോ? എന്തായാലും തീരുമാനം വേഗം പറയണം. 9 മാസത്തെ സമയമേ ഉള്ളൂ. അപ്പൂപ്പനോ? 9 മാസമോ? എടാ നീ ഇത് എന്തൊക്കെയാ? കല്ലെടുത്ത് മമ്മി, പറ്റിപ്പോയി. ഇതൊക്കെ നീ എങ്ങനെ സാധിച്ചതാ? ഇതൊന്നും എല്ലാരെയും അറിയിച്ചോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പ. അവൻ നിങ്ങളെ പോലെ പൊട്ടറ്റോ അല്ല. ഞാൻ പൊട്ടറ്റോ ആയതുകൊണ്ടാവുമല്ലേ ഇവൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്? എടാക്കെ, ഇതൊക്കെ എപ്പോഴാടാ? നിനക്കറിയോ, ഇവരെല്ലാരും നീ ഇഷ്ടപ്പെടുന്ന പെങ്കൊച്ചാരാന്ന് മാറി മാറി ചോദിച്ചതൊക്കെ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എന്നിട്ട് നീ എന്നോട് ചെയ്തില്ലേ? വേണമെന്ന് വെച്ച് ആരെങ്കിലും ഇങ്ങനൊക്കെ ചെയ്യുമോടാ? അത് മാത്രമല്ല, നീ അവളുടെ ഇച്ഛായനല്ലേ? അപ്പോ നിന്നോട് ഞാൻ എങ്ങനെയാടാ ഇത് പറയുന്നേ? ഇതല്ല, നിങ്ങൾ തമ്മില് റിലേഷനിലായെന്നുള്ള കാര്യം എന്നോടൊന്ന് പറയായിരുന്നു. സോറിടാ. മതി മതി, രണ്ടുപേരും നിർത്തിക്കേ. ഇനി ഞാൻ ഇവളോടൊന്ന് ചോദിക്കട്ടെ. കുക്കി, നിനക്കിനി ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാ പിന്നെ കല്യാണം വേഗം നടത്താം. ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ അപ്പൂപ്പനാവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി എല്ലാരും അവരുടെ റൂമിലേക്ക് പോവാൻ നോക്ക്. പോകാൻ വരട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നിനക്കെന്താ പറയാനുള്ളേ? എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാ ഞങ്ങളുടെ കല്യാണം നടത്തിയേ? എന്റെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ? എനിക്കിപ്പോ എന്തായി നിങ്ങൾക്ക് അറിയൂ? ഇത്രയും നാളായിട്ട് ഇവളെ നിന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല, അവർക്ക് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ നാണമില്ലാത്തൊരു മനുഷ്യൻ. നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങോട്ട് വന്നേ നിങ്ങള്. ഞാൻ പറയും, എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. നിങ്ങളുടെ സങ്കടം ഞാൻ മാറ്റിത്തരാം. ഇങ്ങോട്ട് വാ. ഹോബി, എന്താ ചായ? എടി, നമുക്കും കല്യാണം കഴിക്കാം. ഇപ്പോഴോ? തേടേം കുക്കിയുടെയും കല്യാണം നടക്കുമ്പോ നമ്മുടെ കൂടി നടത്താൻ പറയട്ടെ. ഇപ്പൊ എന്തായാലും അത് നടക്കില്ല. അതെന്താ? നിനക്കെന്നെ വേണ്ടേ? നിങ്ങളെ വേണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞത്. എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് മതി നമ്മുടെ കല്യാണം. അതിന് ഇനിയും കുറെ സമയം പിടിക്കൂലേ? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഷിമ്മിയും ജയൊക്കെ എന്നെക്കാൾ ഇളയതാ. എന്നിട്ട് അതിലൊരാളുടെ കല്യാണം കഴിഞ്ഞു, ഒരാളിതേ കെട്ടാൻ പോന്നു. എന്നിട്ടും ഞാൻ ഇപ്പോഴും ഇങ്ങനെ. ശരിയല്ല, നമുക്ക് കെട്ടാം. ശരിക്കും? ആ അതേന്നെ. ബട്ട് വൺ കണ്ടീഷൻ. എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ എന്റെ അടുത്തേക്ക് വരുന്നത് പോയിട്ട് ഞാൻ ആ റൂമിലേക്ക് പോലും നിങ്ങളെ കേട്ടില്ല. കാരണം എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. നിനക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം. അങ്ങനെ വഴിക്കുക. ജിന്നെ, ഞങ്ങളുടെ കാര്യമെല്ലാം സെറ്റായി. ഇനി ബാക്കിയുള്ളവരൊക്കെ അറിയാനുള്ളത് നിങ്ങളുടെ കാര്യമാ. അത് നിങ്ങളായിട്ട് പറയുന്നോ അതോ ഞാനായിട്ട് പറയണോ? ഇപ്പൊ പറയണോ? അത് വേണം, ഇപ്പൊ തന്നെ വേണം. പിന്നെ പറഞ്ഞാ പോരെ? അപ്പൊ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശമില്ല, എന്നാ ഞാൻ തന്നെ അങ്ങ് പറയാം. എന്താടാ കാര്യം? അത് പിന്നെ നമ്മളാരും അറിയാണ്ട് ഇവര് രണ്ടുപേരും ബാക്കിൽ കൂടി ലൈൻ വലിക്കുന്നുണ്ടായിരുന്നു. ആര്? ജിന്നേട്ടനും ജോണേട്ടനുമോ? അതെ, ഇവര് തന്നെ. ഞാനും കുക്കിയും സെറ്റാവണതിന് മുന്നേ സെറ്റായതാ ഇവര്. എടാ, നിങ്ങൾ എന്നെ ചതിച്ചല്ലേ? ദൈവമൊന്നും പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങളും. എടാ, അങ്ങനെയല്ല, പറയാൻ പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ടാ പറയാഞ്ഞേ. ഓ, ഇത് പറയാൻ ഇനി സമയവും സന്ദർഭവും ഒക്കെ നോക്കണമല്ലോ അല്ലേ? എടാ സോറി, നീ പിണങ്ങല്ലേ? ഞങ്ങളിനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, എല്ലാം പറഞ്ഞോളാം. എനിക്ക് നിങ്ങളുടെ സോറി ഒന്നും വേണ്ട, ചെലവ് ചെയ്താൽ മതി. അതൊക്കെ ചെയ്യാം. ജിന്നേട്ടാ. ദൈവമേ, ഇനി ഇവളോട് ഞാൻ എന്ത് പറയും? എന്താ കുക്കിമോളെ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേടി. നമ്മുടെ പ്ലാനിന്റെ കാര്യം ഞാൻ ജൂണിനോട് പറഞ്ഞിരുന്നു. അപ്പോ അവനാ പറഞ്ഞത് നിന്നോടൊന്നും പറയണ്ടെന്ന്. സോറി. സോറി കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. പിന്നെ ഞങ്ങൾ എന്താ വേണ്ടേ? യൂണിറ്റ്സിന് ചെലവ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, അപ്പൊ എനിക്ക് മസാല ദോശ വാങ്ങി തന്നാ മതി. ഒന്നല്ല, 10 മസാല ദോശ നിനക്ക് ഞങ്ങൾ വാങ്ങിത്തരാം. ശരി ശരി,
പിന്നെ നമ്മുടെ മാരേജിന് ആരെ വിളിച്ചില്ലെങ്കിലും ആ ഡോണിയെയും റിയയെയും വിളിക്കണം. അതൊക്കെ വേണോ? വേണം. വാ, ഇപ്പൊ തന്നെ വിളിക്കാം. എടി, ദേ നോക്കിയേ, ജിയോണയൊക്കെ ഇങ്ങോട്ട് വരുന്നു. എന്താ ജിയോണ ഈ വഴിക്കൊക്കെ? ഞാൻ വഴക്ക് കൂടാനൊന്നും വന്നതല്ല, നിങ്ങളെ രണ്ടുപേരെയും എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ദാ ഇൻവിറ്റേഷൻ കാർഡ്. നെക്സ്റ്റ് വീക്ക് എന്റെയും ചേട്ടൻ കല്യാണമാണ്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും വരണം. ഓഹോ, അപ്പൊ നീ വീണ്ടും പ്ലേറ്റ് മാറ്റിയല്ലേ? കുറച്ചു ദിവസം മുന്നേ വരെ ജൂണേട്ടനായിരുന്നല്ലോ, വീണ്ടും ഇപ്പൊ ചേട്ടൻ. നിനക്ക് എങ്ങനെയാടി ഇതിനൊക്കെ സാധിക്കുന്നേ? ഇനി കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോ നീ വീണ്ടും ജൂണേട്ടനെ മതിയെന്ന് പറയുവോ? ഇനി നീ വായ തുറന്നാല് പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. ഇത് ഞാൻ നിനക്ക് മുന്നേ തരേണ്ടതായിരുന്നു. അന്ന് നീ പറഞ്ഞപ്പോഴേ ഇത് ഞാൻ നിനക്ക് ഊന്നി വെച്ചതാ. ഇവളെ കുറിച്ച് എന്തനാവശ്യം പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇവളുടെ ഇച്ഛനായി പോകില്ല ഞാൻ. പിന്നെ കുക്കിയുടെയും ടീയുടെയും മാരേജ് നടക്കും. അത് മാത്രമല്ല, ജൂണിനെ വീണ്ടും നോക്കാൻ നിനക്ക് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതിപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞു. ജൂൺ കെട്ടുന്നുണ്ടെങ്കിൽ അത് ജീവനെ മാത്രമായിരിക്കും. ഇനി നിന്ന് അവരുടെ നിഴൽവട്ടത്ത് പോലും കണ്ടുപോകരുത്.